मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं अगर तुम कहो ചെറുപ്പത്തിലൊക്കെ കുറേ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. പൂവാലൻ ക്യാരക്ടറാണ്, ഫ്ലേർട്ടാണ്, വായ നോക്കിയാണ്, അഹങ്കാരിയാണ്, ഭയങ്കര ജാടമുള്ളവനാണ്. ഷീസ് ഹീറോയിൻ, അനുഷ്ക ഷെട്ടിയാണ് നായിക. ഈ സൂപ്പർ സ്റ്റാർഡം ഇങ്ങനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് എന്നെ വളരെ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും പഠിപ്പിച്ചൊരു ഡയറക്ടർ സേതു ആണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. ന്യൂ ന്യൂസ് ഐ എം ലക്കി ദാറ്റ് ഈ അടുത്തായിട്ട് എനിക്ക് ഏറ്റവും സുന്ദരിയായ നായികമാരാണ് കിട്ടുന്നത്. ലൈക്ക് യു ജസ്റ്റ് വർക്കിംഗ് വിത്ത് അനുഷ്ക ആൻഡ് സഡൻലി ഹണി റോസ് വരുന്നു. പിന്നെ അതിൻ്റെ മുന്നേ പ്രയാഗ മാർട്ടിൻ ഉണ്ടായിരുന്നു, ചാന്ദിനി ശ്രീധരൻ വാസ് ദേർ, ഓൾ പ്രിറ്റി വിമൻ, സോ ഇറ്റ്സ് ഓൾ ഗുഡ്. പെൺകുട്ടികൾ ഇവനെ അങ്ങോട്ട് കിസ് കൊടുക്കുന്നു, ഇവൻ ഇങ്ങോട്ട് കിസ് കൊടുക്കുന്നു. ഐ എം വെരി എക്സൈറ്റഡ്. ഈ സിനിമയുടെ ജോണർ അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं अगर तुम कहो तुमको बुलाऊं कि पल के बिछाऊं कदम तुम जहां जहां रखो ज़मीं को आसमां बनाऊं सितारों से सजाऊं अगर तुम कहो. Thank you. So welcome to India Glitz. Yeah, thanks a lot. പ്ലേബാക്ക് സിംഗർ എന്നുള്ള ലെവലിലോട്ട് പോവോ? ഇല്ല, ഞാൻ ആക്ച്വലി മ്യൂസിക് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സംഭവമാണ്. ലൈക്ക് ചെറുപ്പത്തിലൊക്കെ കുറേ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. വീട്ടിൽ എൻ്റെ ചെറിയച്ഛൻ കുറേ കാസറ്റ്സ് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമകൾ, ഓഫ്കോഴ്സ് ഞാൻ സിനിമ എന്ന പ്രൊഫഷനിലേക്ക് എത്തി. ആൻഡ് ദെൻ നമ്മുടെ ചുറ്റുവട്ടം മ്യൂസിക്, സോ ദാറ്റ് ഈസ് ഓൾ ഇൻഫ്ലുവൻസിങ് മീ. പിന്നെ അച്ചായൻസ് എന്ന സിനിമയിൽ പാട്ട് പാടാനുള്ള ഒരു അവസരം കിട്ടി. ജയറാമേട്ടനാണ് റെഫർ ചെയ്തെന്ന് കേട്ടു. ജയറാമേട്ടനാണ് കണ്ടുപിടിച്ചതെന്ന് പറയാം. ബിക്കോസ് അച്ചായൻസ് എന്ന സിനിമയുടെ ഒരു പ്രൊമോഷണൽ ലൈക്ക് പോസ്റ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞങ്ങളെല്ലാവരും ഊണ് കഴിക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പാട്ട് പാടാൻ തുടങ്ങി. ജയറാമേട്ടൻ, ആദിൽ, ഞാനും. ദേ ഓൾ സെഡ് വൈ നോട്ട്, ഈ സിനിമയിൽ ഒരു ഡ്യുവറ്റ് ഉണ്ട്, ഉണ്ണിക്ക് പാടിക്കൂടെ എന്ന് വെച്ച് അങ്ങനെയാണ് അച്ചായൻസിൽ ആ പാട്ട് പാടാനും പിന്നെ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് പാടാൻ പറ്റുന്ന വരികൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി. അനുരാഗം പുതുമഴ പോലെ. ആൻഡ് മീ അലോങ് വിത്ത് രതീഷ് വേഗ. രതീഷാണ് പടത്തിൽ മ്യൂസിക് ചെയ്ത്. എനിക്ക് മെലഡി ആണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ രതീഷിന് എനിക്ക് വേണ്ടി നല്ല രീതിയിലൊരു മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റി. ബിക്കോസ് ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഏറ്റവും വലിയ സംഭവം തന്നെ ട്രൈ ടു ഗിവിങ് ഹിസ് ബെസ്റ്റ്. പക്ഷേ ഒരു ആക്ടർ പാട്ട് പാടാൻ തീരുമാനിക്കുമ്പോൾ ദേ ആർ ഡെഫിനറ്റ്ലി ലിമിറ്റേഷൻസ്. അപ്പോൾ എൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി എനിക്ക് വേണ്ടി നല്ലൊരു മ്യൂസിക് കമ്പോസ് ചെയ്ത് തന്നതിന് രതീഷ് വൈകിക്ക് 1000. ഇപ്പോൾ തെലുഗു മൂവിയിൽ പാടുന്നെന്ന് കേട്ടു. ഐ മീൻ ലൈക്ക് ഒരു അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. ആൻഡ് ഐ എം ഓൾമോസ്റ്റ് വെരി മച്ച് എക്സൈറ്റഡ്. അപ്പോൾ ആ പാട്ട് പാടും എന്നാണ് വിശ്വാസം. ഭാഗ്മതി എന്നാണ് സിനിമ. അത് ട്രൈലിംഗുവിലാണ്, തെലുങ്ക്, തമിഴ് ആൻഡ് മലയാളം. നമ്മളിപ്പോ അവരുടെ രാവുകൾ, അതിലൊരു വളരെ നല്ല ക്യാരക്ടറാണെന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആണ്. അവരുടെ രാവുകൾ എൻ്റെ ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സംഭവം തന്നെയാണ്. അത് എനിക്ക് വളരെ ഉറപ്പിച്ച് പറയാം. ബിക്കോസ് ഒരു പൂവാലൻ ക്യാരക്ടറാണ്, ഫ്ലേർട്ടാണ്, വായ നോക്കിയാണ്, അഹങ്കാരിയാണ്, ഭയങ്കര ജാടമുള്ളവനാണ്. പിന്നെ ഫിൽത്തി റിച്ച്, ജോലി ചെയ്യാൻ താല്പര്യമില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോളേജ് ഫസ്റ്റ് ഇയറിലാണ്, ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. പെൺകുട്ടികൾ ഇവനെ അങ്ങോട്ട് കിസ് കൊടുക്കുന്നു, ഇവൻ ഇങ്ങോട്ട് കിസ് കൊടുക്കുന്നു. അത്രയും ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സിദ്ധ്. ഭയങ്കര ഫണ്ണി ആയിരുന്നു സിനിമ ഷൂട്ട് ചെയ്യാൻ. ബട്ട് ഐ എം വെരി എക്സൈറ്റഡ്. ഇങ്ങനെ എന്നെ ആരും പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമയോടൊരു എക്സൈറ്റ്മെന്റ് കൂടുതലാണ്. ബിക്കോസ് ഈ ക്യാരക്ടർ നല്ല രീതിയിൽ പുൾ ഓഫ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ വിൽ ബി സോ മെനി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമ ദാറ്റ് വിൽ കം ടു മീ. ഈ ഡയറക്ടർ എന്നെ ഇങ്ങനെ കണ്ടു, ദാറ്റ് ഇസ് ഒരു ലവർ ബോയ് രീതിയിൽ എന്നെ കണ്ടു എന്ന് തോന്നിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സാധാരണ ഒരു ഭയങ്കര സീരിയസ് അല്ലെങ്കിൽ
റൊമാൻറ്റിക് എന്ന് പറയും. ബട്ട് ദിസ് ഇസ് ടോട്ടലി ഔട്ട് ഓഫ് ദ ബോക്സ്. ഐ എം വെരി എക്സൈറ്റഡ്. ഈ സിനിമയുടെ ജോണർ അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ആസിഫിൻ്റെ ഒരു സിനിമാ ഭ്രാന്തായിട്ട് നടക്കുന്നു. പിന്നെ ഇതിന് എന്താ പറയുക, ഒരു ഇൻട്രോവേർട്ട് രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. ഇതിൻ്റെ ഇടയിലെല്ലാം വേണുചേട്ടൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. ഹണി റോസ് ആണ് പേര് ചെയ്യുന്നത്. അതെ, ഹനിയാണ് ഇതിൽ. ഐ എം ലക്കി ദാറ്റ് ഈ അടുത്തായിട്ട് എനിക്ക് ഏറ്റവും സുന്ദരിയായ നായികമാരാണ് കിട്ടുന്നത്. ലൈക്ക് അനു ജസ്റ്റ് വർക്കിംഗ് വിത്ത് അനുഷ്ക ആൻഡ് സഡൻലി ഹണി റോസ് വരുന്നു. പിന്നെ അതിൻ്റെ മുന്നേ പ്രയാഗ മാർട്ടിൻ ഉണ്ടായിരുന്നു, ചാന്ദിനി ശ്രീധരൻ വാസ് ദേർ. ഓൾ പ്രിറ്റി വിമൻ. സോ ഇറ്റ്സ് ഓൾ ഗുഡ്. വളരെ സന്തോഷമുണ്ട്. ഹണി റോസിനോട് ചോദിച്ചപ്പോഴത്തേക്കും ഉണ്ണിയെടുത്ത് റൊമാൻറ്റിക് സാധനം ചെയ്യുമ്പോഴത്തേക്കും അയ്യോ ഇത് ഞാൻ ചെയ്യണോ എന്നുള്ളൊരു റൊമാൻറ്റിക് ആയിരുന്നില്ല, അത് ഭയങ്കര ഒരു പൂവാലൻ ലൈനായിരുന്നു. റൊമാൻറ്റിക് ഇറ്റ്സ് ഫൈൻ. ലൈക്ക് എനിക്ക് ഇത് വേ ടു ഡ്രോ ദി ലൈൻ എന്നതായിരുന്നു. പക്ഷേ വളരെ ഭംഗിയായിട്ടാണ് ഷാനിൽ അത് ഷൂട്ട് ചെയ്തേക്കണേ. ഒട്ടും ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു സിനിമ ആയിരിക്കില്ല എല്ലാവർക്കും. ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് അത് ഒരു 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 തിയേറ്ററിൽ ഒരു ചെറിയ രീതിയിൽ ഓളം ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് ഷാനിൽ ഷൂട്ട് ചെയ്തേക്കണത്. എങ്ങനെ പിടിക്കും? എനിക്ക് ലക്ഷ്യബോധമില്ല, ടെൻഷനില്ല. പൂവാലനായോണ്ട് ചോദിക്കുക, കിസിംഗ് ഉണ്ടോ? ഇല്ലല്ല, പൂവാലനായാലും കിസിംഗ് ഒന്നുമില്ല. ജസ്റ്റ് ദാറ്റ് ജസ്റ്റ് വെരി സട്ടിലായിട്ട് പോകുന്ന ഒരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ക്യൂട്ട് ക്യാരക്ടറാണ്. ബിക്കോസ് ഞാനിതൊരു ചെയ്യാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര ഭീകരമായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും സിനിമയിൽ ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ട്. പക്ഷേ ഭയങ്കര ഡയറക്റ്റാണ് അവൻ. അതിലൊരു ഫിൽട്രേഷൻ ഒന്നുമില്ല. അങ്ങനെ പോകുന്നൊരു അവൻ്റെതായ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് സിഡ് ഭയങ്കര, ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും യങ്, പെരുമാറ്റത്തിലും പ്രായത്തിലും ഭയങ്കര ചെറുപ്പം തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എക്സ്പീരിയൻസ് വിത്ത് അതർ ആക്ടേഴ്സ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആസിഫിൻ്റെ ഒപ്പം ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ഫൈൻ. അപ്പോൾ സിനിമ കാണാത്തൊരു സിനിമ തിയേറ്ററിൽ പോയി കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഐ റിയലി ഫീൽ ദാറ്റ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് അറ്റ് ദ സെയിം ടൈം എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. രണ്ട് അച്ചായൻസിൽ കള്ളുകൂടിയാനും വേറെ ഗെറ്റപ്പിലൊക്കെ ഉള്ള താടിയൊക്കെ വെച്ചിട്ടുള്ള സംഭവമായിരുന്നു. ഇതിൽ ക്ലീൻ ഷോ. അപ്പോൾ എല്ലാവരും കുറേ പേര് പറഞ്ഞ് താടിയാണ് നല്ലത്, ക്ലീൻ ഷോ അടിച്ച് ക്ലീൻ ഷോ നല്ലത്. സോ ഐ എം ജസ്റ്റ് ഹാപ്പി ദാറ്റ് ഈ ഒരു സപ്പോർട്ടും ഈ ഒരു പിന്തുണയും മാത്രമാണ് എൻ്റെ ഒരു ശക്തി എന്ന് പറയാം. ബിക്കോസ് ഇതാണ് എൻ്റെ ഒരു കിക്ക്. ഒരു സിനിമയിൽ അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഈ പ്രോത്സാഹനം എനിക്ക് ഒരു ഊർജ്ജം തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണാത്തവർ സിനിമ തിയേറ്ററിൽ പോയി കാണണം. വിനയോടൊപ്പം ഞാൻ ഈ പടം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലിൻറ്റ് എന്നൊരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടോട്ടലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ അതിൽ 35 വയസ്സും 73 വയസ്സുമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ക്ലിൻറ്റ് എന്ന സിനിമയിൽ. സോ അത് ടോട്ടൽ ഡിഫറെൻറ്റ് സിനിമ. അതിനെക്കുറിച്ച് എനിക്ക് കുറേ പറയാനുണ്ട്. ശക്തി എന്നാണ് എൻ്റെ ഭാഗ്മതിയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഒരു സോഷ്യൽ ഇഷ്യൂസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഒരു നായകൻ്റെ കഥയാണ്. ലൈക്ക് മലയാളത്തിൽ വരെ എനിക്ക് അത്രയും ഈ നമ്മൾ സാധാരണ കാമുകിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ആണ് എൻ്റെ ക്യാരക്ടേഴ്സ് പലപ്പോഴും ട്രാവൽ ചെയ്തേക്കണേ. മലയാളത്തിൽ കിട്ടാത്തൊരു ഭയങ്കര ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ് എനിക്ക് തെലുങ്കിൽ നിന്ന് കിട്ടിയത്. ഷീസ് ദി ഹീറോയിൻ. അനുഷ്ക ഷെട്ടിയാണ് നായിക. ആൻഡ് ഐ എം ബ്ലഷിംഗ് ബിക്കോസ് ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക് വർക്കിംഗ് വിത്ത് ഹർ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ഡൗൺ ടു എർത്ത്, വളരെ ഹംബിൾ. ഈ സൂപ്പർ സ്റ്റാർഡം ഇങ്ങനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് എന്നെ വളരെ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും പഠിപ്പിച്ചൊരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ. അനുഷ്ക തന്നെ ഉണ്ണിമൂന്നിനെ പ്രൈസ് ചെയ്ത് ആർട്ടിക്കിളൊക്കെ. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ഹർ. ഐ മീൻ ലൈക്ക് ഷീ ഡിഡ് ഇറ്റ്. അത് വളരെ സന്തോഷമുണ്ടാക്കിയ കാര്യമാണ്. പലർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എനിക്കും മാനസികമായിട്ട് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കിയ കാര്യം. അന്യഭാഷ സിനിമകൾ ചെയ്യുമ്പോൾ നല്ലൊരു ടീമിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്നു. അതിൽ നമ്മുടെ ക്യാരക്ടർ ശ്രദ്ധേയമാവുന്നു. ദാറ്റ് ഈസ് ജനതാ ഗാരേജ് കണ്ടിട്ട് ലൈക്ക് ഓഫ് ലൈറ്റ് ഇപ്പോൾ ആസിഫ് കണ്ടു എന്ന് പറഞ്ഞു. ആൻഡ് ഹി ലൈക്ഡ് ഇറ്റ്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഗ്രേറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടറായിരുന്നു. ఇంత ఇన్ఫ్లుయెన్స్ ఉంది. బిజినెస్ పీపుల్, ఆఫీసర్స్, పొలిటీషియన్స్ అంతా మన ఇంటికి వస్తారు. ഭാഗ്മതിയിലും എൻ്റെ ക്യാരക്ടേഴ്സ് ലൈക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഭയങ്കര മെച്ചുവേർഡ് ആൻഡ് സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നായകൻ്റെ കഥയാണ്. സോ ശക്തി എന്ന പേര് പോലെ തന്നെ ശക്തിയുടെ പ്രവൃത്തികളും ചിന്തകളും ഭയങ്കര പവർഫുള്ളാണ്. സോ അത് നല്ലൊരു സിനിമയായിരിക്കും തീർച്ചയായിട്ടും. എന്തായാലും തെലുങ്കിൽ ഓഫേഴ്സ് കൂടും. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? ഞാൻ ഞാൻ ഒരു അജണ്ട ബേസ്ഡ് അല്ല സിനിമകൾ ചെയ്യുന്നത്. സിനിമകൾ ചെയ്യുമ്പോൾ അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എൻ്റെ ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ എന്നെ ഒരു തരത്തിലും ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് സിനിമകളായാലും ഇൻഡസ്ട്രി ആയാലും പെർഫോമൻസസ് ആയാലും. സോ അത് അങ്ങനെയാണ്. ഈ സിനിമ റിലീസായതിനു ശേഷം ഞാൻ ആരെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കും എന്നൊക്കെ ഭയങ്കര സ്റ്റുപ്പിഡാണ് ഞാൻ ചിന്തിക്കുമ്പോൾ. ഇറ്റ്സ് ദാറ്റ് മലയാളമാണ് മെയിൻ പ്രയോറിറ്റി എപ്പോഴും. പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഹിന്ദി ആയാലും തമിഴായാലും തെലുങ്കായാലും ചെയ്യണമെന്നുണ്ട്. ആൻഡ്
അത് ഡെഫിനറ്റ്ലി ഞാൻ മനസ്സിലാക്കിയത് സിനിമയ്ക്കോ അല്ലെങ്കിൽ നടന്മാർക്കോ ഭാഷ ഒരു പ്രശ്നമാവാൻ പാടില്ല. അങ്ങനെ ആയാലും അതൊരു അവരുടെ പെർഫോമൻസിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല. ബിക്കോസ് സിനിമയ്ക്ക് ഒരു ലാംഗ്വേജ് ഇല്ല. നമ്മൾ കൊറിയൻ സിനിമകൾ കണ്ട് മോഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞാനിപ്പോൾ അജയ് വാസുദേവൻ വഴി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക നായകനായതിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് എൻ്റർടൈനർ. പിന്നെ കണ്ണൻ താമരക്കുളം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമയിലാണ് ഞാൻ അടുത്ത് അഭിനയിക്കാൻ പോകുന്നത്. ഇപ്പോൾ 2 മമ്മൂക്കയുടെ പടം. രണ്ടാമത്തെ പടം ഇസ് മോർ ഓഫ് ഞാൻ ഡയറക്ഷൻ ടീമിൽ മാത്രമേ ഉള്ളൂ. അത് ഡയറക്ടർ സേതു ആണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ ഒരു കരിയറിൽ വേറൊരു ഘട്ടം എന്ന രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ന്യൂ ന്യൂസ്. It's all there. Just give it to you. Okay, fine. മമ്മൂക്കയോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അപ്പോൾ മമ്മൂക്ക റൈറ്റ് നൗ ഐ കൻ സേ ഇസ് എ ഡാർലിംഗ്. ആക്ച്വലി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരു വ്യക്തിയാണ്. മോർ ദാൻ എ സ്റ്റാർ, ഐ ലൈക്ക് ഹിം ആസ് എ പേഴ്സൺ. ഇത് എൻ്റെ 4ാമത്തെ സിനിമയാണ് മമ്മൂക്കയുടെ ഒപ്പം. ചെറിയ വേഷങ്ങളാണെങ്കിലും ഐ എം സോ ഹാപ്പി ദാറ്റ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നുണ്ട്. ബിക്കോസ് ഇത് വേറൊരാളല്ല, ഒരു സാധാരണ നടനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ മെഗാസ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മളോട് ഈ ഒരു ഇഷ്ടം. എന്നെ കൊണ്ട് പുള്ളിക്ക് ഒരു ഗുണമില്ല, എന്നാലും നമ്മളെ കുറിച്ച് ഇത്രയും നല്ലത് പറയാൻ പുള്ളി സമയം കണ്ടെത്തുന്നുണ്ട് എന്ന് തന്നെ ഞാനിപ്പോൾ ഓരോ ദിവസം മനസ്സിലാക്കുന്ന ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ മമ്മൂക്കയോടൊപ്പം നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റുന്നു, അത് ഗംഭീര വിജയമാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കമ്പയർ ചെയ്യാൻ പറ്റൂ 2 ആക്ടേഴ്സ്, മമ്മൂട്ടി മോഹൻലാൽ, രണ്ടുപേരോട് കമ്പയർ ചെയ്യുന്ന പോസിറ്റീവ്സ് ആണ്. ഞാൻ ലാലേട്ടനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരിൽ തോന്നിയ സിമിലാരിറ്റി ഞാൻ പറയാം, ഡിഫറൻസസ് പലർക്കും അറിയാം. സിമിലാരിറ്റി രണ്ടുപേരും ഭയങ്കര ചൈൽഡ് ലൈക്കാണ്. ചൈൽഡ് ലൈക്ക് എന്ന് പറയുന്ന പ്യുവർ സോളാണ്. അവർക്ക് അവരുടെ വർക്കിനോട് ഇപ്പോഴും ആ പാഷൻ രണ്ടുപേർക്കുണ്ട്. രണ്ടുപേരും വളരെ ഹെൽപ്ഫുള്ളാണ് ആസ് എ നേച്ചർ. എനിക്ക് രണ്ടുപേരുടെ സൈഡിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ വളരെ പ്രോത്സാഹനം മാത്രമാണ് നമുക്ക് കിട്ടിയത്. വ്യക്തിപരമായിട്ട് രണ്ട് ആൾക്കാരാണ്. ബട്ട് ബോത്ത് ജന്മ വെറുതെ അല്ല മലയാള സിനിമ ഇൻഡസ്ട്രി ഇത്രയും മുകളിലേക്ക് പോകണം. ബിക്കോസ് രണ്ടുപേരും ആസ് പേഴ്സൺ ഇൻഡിവിജ്വൽ ഭയങ്കര ഒരു ക്യാരക്ടറുള്ള ആൾക്കാരാണ്. അപ്പോൾ അതാണ് എനിക്ക് അവർ തമ്മിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ സിമിലാരിറ്റി. അച്ചായൻ സ്റ്റിൽ ഇൻ തിയേറ്റർ, അവരുടെ രാവുകൾ ഇറങ്ങാൻ പോകുന്നു. പ്രേക്ഷകരോട് എന്താണ് പറയുക? വൺ ഓഫ് ദി ബെസ്റ്റ് ടൈം ഇൻ മൈ കരിയേഴ്സ്. ഈ പറഞ്ഞ പോലെ ഒരു സിനിമ 50 ദിവസം ക്രോസ് ചെയ്യാൻ പോകുന്നു. ആൻഡ് ഒരു സിനിമ വളരെ പോസിറ്റീവ് എന്ന രീതിയിൽ തിയേറ്ററിൽ കയറാൻ പോകുന്നു. തീർച്ചയായിട്ടും ഈ സിനിമകൾ കാണാത്തവർ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഉണ്ണി മുകുന്ദൻ ഒരു ആക്ടറിന് ഒരു ഐഡിയ ഉണ്ട് ആൾക്കാർക്ക്. സോ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ലൈക്ക് ഉണ്ണി ഹാസ് ദിസ് കൈൻഡ് ഓഫ് ക്യാരക്ടർ ഓൾസോ എന്ന് പറഞ്ഞ് ആ ഒരു ക്യാരക്ടർ റിവീൽ ചെയ്യായിരുന്നു ആ ഒരു ലൈവ് വീഡിയോയില് കുട്ടികളോടൊത്ത്. ആ വീഡിയോ അത് ആക്ച്വലി ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയമാണ്. ഇറ്റ് വാസ് നെവർ. അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ലൈവ് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ലേറ്റായി പോയി. സോ പിന്നെ ക്യാമറ അവിടെ എത്തി. വി ജസ്റ്റ് വെന്റ് അഹെഡ്. അതിലൊരു ഇമേജ് ബ്രേക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ജസ്റ്റ് പ്ലേയിങ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചൊന്നുമില്ല. പിന്നെ എനിക്കൊന്ന് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തില്ല സംതിങ് ഓഫ് ദാറ്റ്. സോ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ റിയാക്ഷൻ അല്ല എക്സ്പെക്ട് ചെയ്തത്. ഞാൻ ആക്ച്വലി എൻ്റെ സിനിമകളെ കുറിച്ചും എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഹാപ്പി ദാറ്റ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയൊക്കെയാണ്. സിനിമയിൽ നമ്മൾ ഭയങ്കര സ്റ്റൈലിഷൊക്കെ ആയി വന്നാലും പേഴ്സണലി ഐ എൻജോയ് ദ സ്പേസ് ആസ് വെൽ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. ബിക്കോസ് എല്ലാവർക്കും ഒരു ഇപ്പോൾ എന്താ പറയുക ഒരു ഇൻട്രൂഷൻ പോലെയാണ്. ലൈക്ക് ലൈവ് ആയതുകൊണ്ട് പിന്നെ ഐ എം സോറി ഇറ്റ് ഓൾ സ്വെറ്റി ആൻഡ് ഓൾ. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തില്ലെന്ന് വെച്ചാൽ പിന്നീട് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് എനിക്ക് വന്നത്. ഐ എം ഗ്ലാഡ് ദാറ്റ് പീപ്പിൾ ലൈക്ഡ് ഇറ്റ് ആൻഡ് താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. അച്ചായൻസിലെ 2 പരിപാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓ ഗ്രേറ്റ്. ഓക്കെ. അച്ചായൻസിൽ ഈ പാട്ട് പാടാൻ എനിക്ക് അവസരം തന്ന എൻ്റെ എല്ലാ ടീംമേറ്റ്സിനും ആൻഡ് പാട്ട് സ്വീകരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദിയുണ്ട്. സോ ദിസ് ഇസ് പേഴ്സണലി ഫോർ all the listeners and all the viewers for India Glitz. I hope you like it. ഈ നിനവറിയാതെ ഈ കനവറിയാതെ അനുരാഗം പുതുമഴ പോലെ നീ എന്മാരിൽ ചായും നേരം ഒരു കാറ്റായി മനമേ നീ എതിരേൽക്കാമോ മലേ തേടും സ്വപ്നം പൂക്കും നേരം കൺമണി നിൻ ചൊല്ലാമോഹം ചാരേ. താങ്ക് യു.